ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും പുതിയതിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിച്ച് പരത്തിയ ചിക്കൻ ഗ്രില്ല് ചെയ്ത് ചുടാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം നേരെ വീഡിയോ കിടക്കും. അപ്പോൾ നമ്മൾ ചുടാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഫുൾ ചിക്കൻ കോഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ചിക്കൻ കഴുകിയെടുക്കാം. നമ്മൾ ഒരട്ടം ഇത് കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കഴുകി എടുക്കാന്നേ ഉള്ളൂ. അങ്ങനെ കഴുകിയെടുത്ത ചിക്കൻ്റെ ജസ്റ്റ് ഭാഗം ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ജസ്റ്റ് ഭാഗം നമ്മൾ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ പരത്തിയെടുത്ത് നല്ലപോലെ വരഞ്ഞു കൊടുക്കാം. നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത് മസാലകൾ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. ജസ്റ്റ് ഭാഗത്ത് നല്ലതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വരഞ്ഞെടുത്ത ചിക്കൻ എടുത്ത് നല്ല നീരുള്ള ചെറുനാരങ്ങ എടുത്ത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും പീഞ്ഞിട്ട് കൊടുക്കാം. ചെറുനാരങ്ങ പീഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും എടുത്ത് ചിക്കൻ്റെ മേലെ വിതറിണ്ട് കൊടുക്കാം. ഇനി കുരുമുളക് പൊടിയും ഉപ്പും ചെറുനാരങ്ങയും തൈരും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റിനാണ്ട് വെക്കാം. പിന്നെ ഒരു ഓട്ടാട ചട്ടി എടുത്ത്, ഓട്ടാട ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ അതിൻ്റെ ആളാണ് കേട്ടോ. അതെന്താ ചാവട്ടെ. കുറച്ച് കൊത്തമല്ലി എടുത്ത് കുറച്ച് 8-10 ഉണക്കമുളകും ഞെട്ട് ഒഴിവാക്കിയിട്ട് ഇനി നമുക്ക് വലിയ ജീരകം, ചിലർ പെരുംജീരകം എന്ന് പറയാം കേട്ടോ. ഇനി ഏലക്കായ്, പട്ട, ഗ്രാമ്പു ഒരു മീഡിയം ചൂടിൽ വറുത്തെടുത്ത് ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടി പച്ച ചപ്പും വലിയവനായ വലിയുള്ളിയും പിന്നെ നമ്മുടെ ചുവപ്പ് തക്കാളി പിന്നെ പച്ചമുളകും ഇനി നമുക്ക് ചുവക്കും വേണ്ടി ഇഞ്ചും വെളുത്തുള്ളിയും ഇട്ടണ്ട് കൊടുക്കാം. ഇനി നേരത്തെ പൊടിച്ചെടുത്ത മസാലയും കൂടിയും ഇട്ടെടുത്ത് 2 സ്പൂൺ വിനാഗിരിയും ഇട്ട് ചേർത്ത് ഇനി കുറച്ച് ഉപ്പും കൂടിയും, ഉപ്പ് ഇട്ടത് ആദ്യം മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. മസാല എടുത്ത് ചിക്കൻ്റെ മേൽ വെച്ച് ഒരു തേമ്പരണ്ട് തേമ്പുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും കറക്റ്റായി തേച്ചണ്ട് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറിന് റെസ്റ്റിന് വെക്കുക. ഇനി നമ്മൾ ചുടാനായിട്ട് നമ്മൾ അടുപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊയ്യും ഒന്നും കുത്താതെയാണ് നമ്മൾ അടുപ്പുണ്ടാക്കുന്നത്. ഇനി സൈഡിലാക്കി 2 കല്ല് വെച്ച് നമ്മൾ ചിരട്ടെടുത്ത് കണൽ ഉണ്ടാക്കുകയാണ്. മിനിമം അരമണിക്കൂറോ 1 മണിക്കൂറോ അതിൽ കൂടുതൽ വെച്ചാൽ മസാല അതിൽ ചിക്കനിൽ മസാല ഒക്കെ ഇറങ്ങി പിടിച്ച് ലെവൽ മാറിയിട്ടുണ്ടാവും. ഇനി ഗ്രില്ലിലേക്ക് ചിക്കൻ വെച്ച് ലോക്ക് ചെയ്തുകൊണ്ടിടുക. അപ്പോൾ നമ്മുടെ ചിരട്ട വെച്ച് കത്തിച്ചത് കണലായിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ വെച്ചണ്ട് കൊടുക്കാം. ഇനി അരമണിക്കൂർ കണൽ വെച്ചണ്ട് കൊടുക്കാം. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെയ്യുന്നത്. ഇനി ബന്ധ ഭാഗത്ത് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും കഴിഞ്ഞ സമയം 6:15 നമ്മൾ ചുടാൻ തുടങ്ങിയത്. ഇപ്പോൾ സമയം 7 മണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 1 മണിക്കൂറിന് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗ്രില്ലിൽ ചെയ്ത് കോഴി ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം, അഭിപ്രായം പറയാം. ഇവിടെ കണ്ടു കേട്ടോ തിന്നാൻ. നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഗ്രില്ലിൽ ചെയ്തെടുത്ത കോയിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.